ഹായ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ യൂറിക് ആസിഡിനെ പറ്റിയാണ് പറയുന്നത്. നോർമൽ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് 3.5 to 7.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. യൂറിക് ആസിഡ് ലെവൽ എങ്ങനെയാണ് കൂടുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു? പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ മെറ്റബോളിസം നടക്കുമ്പോൾ ലിവറിൽ നിന്ന് ഇൻസോലുബിൾ ആയിട്ടുള്ള യൂറിക് ആസിഡ് കിഡ്നിയിൽ വന്നിട്ട് അവിടുന്ന് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ കൂടി വരും. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും കൂട്ടുകാരെ? ഇത് യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ജോയിൻറ്റിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിൻ, അതായത് സ്റ്റിഫ്നെസ്, റെഡ്നെസ്, സ്വെല്ലിങ് ഇതെല്ലാം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഗൗട്ട് എന്നും പറയും. ഇതിനുള്ള മരുന്നിൻ്റെ പേരാണ് അലുപുരിനോൾ. ഇതിന് പലതരത്തിലുള്ള ടൈപ്പിലുള്ള മരുന്നുകൾ പല പേരുകളിൽ പല കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കും. എന്തു തന്നെയാണെങ്കിലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മെഡിസിൻ കഴിച്ച് ഇതിൻ്റെ യൂറിക് ആസിഡ് ലെവൽ നമുക്ക് താക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു താഴ്ന്ന ലോവർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം? ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തെല്ലാമാണ് ഡയറ്ററി റെസ്ട്രിക്ഷൻ? വെള്ളമടിക്കാൻ പാടില്ല എന്ന് വെച്ച് പറഞ്ഞാൽ ആൽക്കഹോൾ നോ ആൽക്കഹോൾ, നോ റെഡ് മീറ്റ്, നോ ഓർഗൻ മീറ്റ് എന്ന് വെച്ചാൽ ലിവർ, ഹാർട്ട് എന്നുള്ളത്. നോ ഷുഗർ, നോ സ്ട്രെസ്, ഓക്കെ, നോ സീ ഫുഡ്. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ലെവൽ കുറച്ച് ആക്കി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ നല്ലപോലെ കഴിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളം നിസ്സാരക്കാരനല്ല, സാധാരണ വെള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലരും പല കമൻറ്റുകൾ എൻ്റെ വീഡിയോയിൽ വന്നിട്ടു. ഞാനത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് നിങ്ങളത് അഡ്വാൻറ്റേജ് ആയിട്ട് കാണരുത് കൂട്ടുകാരെ. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ നിങ്ങളെയെല്ലാം ഹെൽത്തി ആക്കുകയാണ്, അല്ലാതെ നിങ്ങളെ ചീത്തയാക്കാനുള്ള വീഡിയോകളല്ല ഞാനിടുന്നത്. കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സാണ്. മഞ്ഞൾ ഒത്തിരി ഗുണമുള്ളതാണ്, മഞ്ഞൾ കഴിക്കുക. ലെമൺ, ഓക്കെ. ചിക്കൻ വൈറ്റ് മീറ്റാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. മുട്ട, കാപ്പി ഇതൊന്നും കുഴപ്പമില്ല. പൈനാപ്പിൾ ഈസ് ഗുഡ്, സ്ട്രോബെറി ഈസ് ഗുഡ്. ബി ഹെൽത്തി, ബി ഹാപ്പി. ഹാവ് എ നൈസ് ഡേ.